കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അവൻ നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും, എനി കൺട്രി ഈസ് ബെറ്റർ ദാൻ മൈ സ്റ്റേറ്റ് എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഇന്നത്തെ ഒരു തലമുറ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഫസ്റ്റ് കാണിക്കുന്നത്. 8,000 രൂപയ്ക്കും 9,000 രൂപയ്ക്കും 7,500 രൂപയ്ക്കും 6,000 രൂപയ്ക്കും ഈ കേരളത്തിൽ ചെറുപ്പക്കാർ പണിയെടുക്കേണ്ടി വരികയാണ്. അവർക്ക് പ്രതീക്ഷയില്ല സാർ, അവർ ഈ നാട് വിട്ട് പോയില്ലെങ്കിൽ അത്ഭുതം. അൺഎംപ്ലോയ്മെന്റ്, അർബൻ അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യ രാജ്യത്തെ ഹയസ്റ്റ് ആണ് കേരളം. ജമ്മു കാശ്മീരിനെ കടന്ന് നമ്മൾ 31.8% നിൽക്കുകയാണ്. അൺഎംപ്ലോയ്മെന്റിന് ഈസ് എൻ ഇഷ്യൂ ഫോർ യങ്സ്റ്റേഴ്സ്. കേരളത്തിൽ IIT-യിലും IIM-ലും 1.08%. വാട്ട് ഹാപ്പൻസ്? എന്തുകൊണ്ടാണ് സാർ ദേശീയ പരീക്ഷകൾ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുന്നത്? നമ്മളിവിടെ സഭയിൽ നിന്ന് നമ്മുടെ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, A+ഉം NAC+ഉം പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ സ്വന്തം അച്ഛനെയും അമ്മയും ഒരു ബംഗാളിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് UK-യിൽ സായിപ്പിന് മരുന്നെടുത്ത് കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും അവരുടെ കാര്യം നോക്കുകയും ചെയ്യുന്ന ഒരു മകൻ അവിടെയുണ്ട്. അച്ഛനോടും അമ്മയോടും സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല. സോ സം റീസൺസ്, സോഷ്യോ എക്കണോമിക് പൊളിറ്റിക്കൽ റീസൺസ്. ഏറ്റവും കൂടുതൽ IT വിദ്യാഭ്യാസം നേടിയ ചെറുപ്പക്കാരുള്ള നാട് അത് കേരളത്തിലേക്ക് വരുമായിരുന്നത് ഈ കേരളത്തിൻ്റെ അതിർത്തിയായ കാസർഗോഡും കന്യാകുമാരിയിലും തടുത്തു നിർത്തിയത് ഒരു പ്രത്യയശാസ്ത്ര പിടിവാശിയായിരുന്നു. അത് വഴിമാറി ഒഴുകിയതാണ് സാർ ബാംഗ്ലൂരിലേക്ക്, അത് വഴിമാറി ഒഴുകിയതാണ് സാർ ഹൈദരാബാദിലേക്ക്. അതുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാര് ദേ ആർ സോഷ്യലി ഫ്രസ്ട്രേറ്റഡ്, ദേ ആർ എക്കണോമിക്കലി ഫ്രസ്ട്രേറ്റഡ്, ദേ ആർ പൊളിറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ്. നമ്മളിവിടെ ആർക്കും വേണ്ടാത്ത ജാതിയും മതവും എല്ലാവരും ഈ ലോകം മുഴുവൻ വലിച്ചെറിഞ്ഞ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഒരു ചെറുപ്പക്കാരെ വളർന്നു വരും നമ്മുടെ മക്കളെ നമ്മുടെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് സാർ നമ്മൾ നേടാൻ പോകുന്നത്? But I am telling you everyone, ഈ സ്റ്റേറ്റ് ഓഫ് കേരള കേൾക്കാൻ വേണ്ടി പറയുകയാണ്. But I am telling you everyone, ഈ സ്റ്റേറ്റ് ഓഫ് കേരള കേൾക്കാൻ വേണ്ടി പറയുകയാണ്. We are facing a danger. നമ്മുടെ ചെറുപ്പക്കാർ ഈ നാട്ടിൽ നിൽക്കാതെ പോയാൽ നാളുകളിൽ ഇവിടുത്തെ എന്റർപ്രണർഷിപ്പിന് ആളില്ലാണ്ട് വരും, സ്കില്ലുള്ള ലേബേഴ്സ് ഇല്ലാതെ വരും, ഇവിടുത്തെ ബിസിനസ് ഗ്രോത്തിന് ഓപ്പർച്യൂണിറ്റി ഇല്ലാണ്ട് വരും. അവസാനം വൃദ്ധസദനമായി കേരളം മാറും.